മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ഫിഷ് കറിയാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്നതിന് ഇടയ്ക്ക് ഞാൻ അയൺ ചെയ്യാൻ പോയി. ഒരു ജീൻസ് അയൺ ചെയ്യണമായിരുന്നു. മഴയായതുകൊണ്ട് ഡ്രസ്സുകളൊക്കെ ഉണങ്ങാൻ ഭയങ്കര പാട്. മഴ 2 ദിവസമായിട്ടുള്ള മഴയുള്ളൂ കേട്ടോ. എന്നാലും മഴയില്ലെങ്കിലും വെയിലില്ല, ഭയങ്കര ഇരുണ്ട് കൂടി. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങോട്ട് വെയിൽ കിട്ടത്തില്ല. ഈ തണൽ മരം എല്ലാം ഉള്ളതുകൊണ്ട് വെയിൽ കിട്ടത്തില്ല. എപ്പോഴും മഴക്കാറ് കയറി കിടക്കും. വലിയ മഴയായിട്ട് ശക്തിയായിട്ടൊന്നും പെയ്യത്തില്ല. എന്നാലും ഈ ചാറ്റൽ മഴയൊക്കെ ആയിരിക്കും. ഡ്രസ്സൊക്കെ കഴുകിയിട്ട് ഉണങ്ങാൻ ഭയങ്കര പാടാണ് ഈ സീസണിൽ, മഴയുള്ള സമയമൊക്കെ. അതുകൊണ്ടുള്ള വെയിലത്ത് എല്ലാം എടുത്തൊന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് വിചാരിച്ചത് ടീഷർട്ട് തേച്ചില്ല, പാൻറ്റ് മാത്രമേ തേച്ചുള്ളൂ. എന്നാൽ പിന്നെ ടീഷർട്ടും കൂടി ഒന്ന് തേച്ചേക്കാമെന്ന് വെച്ചു. അങ്ങനെ ടീഷർട്ട് തേച്ച് കഴിഞ്ഞ് ഞാൻ 2 ചപ്പാത്തി കഴിക്കാമെന്ന് വെച്ചു. വിശക്കുന്നുണ്ടായിരുന്നു. 2 ചപ്പാത്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ മോൾക്ക് ലഞ്ച് ബോക്സിലേക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് എല്ലാം ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടവല്, സ്പൂണ്, ടവലൊക്കെ കൊണ്ടുവച്ചെന്നില്ലെങ്കിൽ വഴക്ക് പറയും. ലഞ്ച് ബാഗൊന്ന് ശരിക്കും കൊട്ടിക്കളയാന്ന് വെച്ചാൽ ഏതെങ്കിലും ഉറുമ്പോ എന്തെങ്കിലും ഇവിടെ കുഞ്ഞു പാറ്റകളുടെ ശല്യമുണ്ട്. വലിയ പാറ്റകളല്ല, ചെറിയ പാറ്റകളുണ്ടല്ലോ, വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് മെഡിസിനെല്ലാം ആക്കി പോയതായിരുന്നു, വീണ്ടും അതിൻ്റെ ശല്യം തുടങ്ങാറായിട്ടുണ്ട്. അതുകൊണ്ട് ടിഫിൻ ബാഗിലും എല്ലാം കയറിയിരുന്നാലേ പേടിയാണ്. അത് വലിച്ചെറിഞ്ഞിട്ട് ആൾ ഓടും, അത്രയ്ക്കും പേടിയാണ്. അപ്പോൾ ലഞ്ച് ബോക്സിലേക്കുള്ള സാധനമാണ് കേഡ് റൈസാണ് ഞാനിന്ന് ഉണ്ടാക്കിയത്. കേഡ് റൈസ് യെല്ലോ കളറായിട്ടിരിക്കും, കുറച്ച് കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തു. അപ്പോഴാണ് ടേബിളിൽ ഗ്ലാസ് മറിഞ്ഞ് വെള്ളം ചാടി. എനിക്ക് ഇങ്ങനെയൊന്നും ടേബിൾ കിടക്കണത് ഇഷ്ടമല്ല. പിന്നെ ഇവരെല്ലാം പോയി